എൻ്റെ ഗാർഡൻ്റെ ഒരു സ്നീക്ക് പ്രിവ്യൂ ആണ്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ പിന്നെ കാണിക്കാം. സ്ട്രോബെറീസ് ആണ് കേട്ടത്. കോഷ്യസിലൊക്കെ പൂവായി തുടങ്ങി. ഇതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ താമസിയാതെ വരുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വേറൊരു ചെടി കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ക്വിക്കായിട്ടൊരു വെജിറ്റബിൾ പാച്ചിൻ്റെ ഒരു പ്രിവ്യൂവും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ വലുതായി നിൽക്കുന്ന ചെടി എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണെന്നുള്ളത് എൻ്റെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലത്തെ റെഡ് ചീരിയാണ് കേട്ടോ ഇത്. ഇവിടെയായിരുന്നു കഴിഞ്ഞ കൊല്ലം ചേരുന്ന നിന്നായിരുന്നത്. അപ്പോൾ അതിൻ്റെ സീഡ്സ് വീണിട്ട് അവിടെ ഉണ്ടായതാണ്. ഞാൻ വിതച്ചിട്ടുള്ളതല്ല ഇത്. അതുപോലെ ഈ പ്ലാന്റും എന്താണെന്ന് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡീറ്റെയിൽഡായിട്ട് കാണാൻ പോകുന്ന ചെടി ഇതാണ്. ഇതിൻ്റെ ഫ്ലവർ കണ്ടോ? ലൂപ്പിൻ എന്നാണ് ഈ ചെടിയുടെ പേര്. സ്പ്രിങ് ആവുമ്പോൾ പൊടിച്ച് വന്നിട്ട് പൂക്കളുണ്ടാവുന്നൊരു ചെടിയാണിത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേക്കും ഇതിൻ്റെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഈ സീഡ്സ് മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ലൂപ്പിൻ്റെ ഫ്ലവേഴ്സ്. ഇത് പല കളറിൽ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലവേഴ്സിന് കുഴപ്പമില്ല. പക്ഷെ താഴെയാകുമ്പോഴേക്കും അതിൽ സീഡ്സൊക്കെ ആവാൻ തുടങ്ങി. കണ്ടോ? ആ പച്ച കളറിൽ കാണുന്നത് ഇതിൻ്റെ സീഡ്സാണ്. അപ്പോൾ അത് താഴെ വീണിട്ട് വേറെ ചെടിയായിട്ട് മുളച്ച് വരും. അപ്പം എല്ലാ കൊല്ലവും വീട്ടിലേക്ക് ഗാർഡനിലേക്ക് ചെടികൾ വാങ്ങിച്ച് വെക്കണ്ട എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ബൾബ്സൊക്കെ വാങ്ങിച്ചിടുകയാണെങ്കിൽ അതിങ്ങനെ ഒരു വർഷത്തെ നമ്മളുടെ കഷ്ടപ്പാടേ ഉള്ളൂ. എല്ലാ കൊല്ലവും അതിങ്ങനെ തന്നെ മുളച്ച് വന്നോളും. നമ്മൾ പ്രത്യേകിച്ച് അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ലൂപ്പിൻ്റെ ലീവ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് ഈ ചെടിയുടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്മിതാസ് ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും.
അപ്പോൾ ഇക്കൊല്ലം ഞാൻ എന്തൊക്കെയാണ് വെജിറ്റബിൾ ഗാർഡനിൽ ചെയ്തത്, എന്ത് വളമാണ് ഇടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഞാനതിനെ ടേക്ക് കെയർ ചെയ്യണത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമുക്ക് എന്തായാലും സംസാരിക്കാം.